ഇന്ത്യൻ ഓഹരി വിപണിയിലെ പ്രമുഖ നിക്ഷേപകരാണ് മ്യൂച്വൽ ഫണ്ടുകൾ. സാധാരണക്കാരായ നിക്ഷേപകരേക്കാൾ കമ്പനികളെയും സമ്പദ്ഘടനയെക്കുറിച്ചുള്ള വിവരങ്ങളും ആഴത്തിലുള്ള പഠനങ്ങളും ഇത്തരത്തിലുള്ള വൻകിട നിക്ഷേപകർക്ക് ലഭ്യമാണ്. ഇതിനോടൊപ്പം വളരെ ശാസ്ത്രീയവും പ്രൊഫഷണലുമായ നിക്ഷേപ ശൈലി പുലർത്തുന്നതിനാലും വിവിധ ഔദ്യോഗിക ഏജൻസികളുടെ ചട്ടക്കൂടിനുള്ളിൽ നിന്ന് പ്രവർത്തിക്കുന്നതിനാലും മ്യൂച്വൽ ഫണ്ടുകൾ നിക്ഷേപിക്കുന്ന ഓഹരികളെ പ്രത്യേകം പരിഗണിക്കുന്നത് ഉചിതമായിരിക്കും. അതുകൊണ്ട് ഓരോ ഓഹരികൾ ക്രമാനുഗതമായി മ്യൂച്വൽ ഫണ്ടുകളുടെ നിക്ഷേപ സാന്നിധ്യം ഉയരുന്നതിനെ പോസിറ്റീവ് ഘടകമായാണ് പൊതുവെ കണക്കാക്കുന്നത്. സമീപ കാലയളവിൽ സ്മോൾ ക്യാപ്പ് ഓഹരികളിൽ വൻ മുന്നേറ്റം കാഴ്ചവെച്ച സാഹചര്യത്തിലാണ് മ്യൂച്വൽ ഫണ്ടുകൾക്ക് സാന്നിധ്യമുള്ള ഓഹരികളെക്കുറിച്ച് അന്വേഷിച്ചത്. അടുത്തിടെ സെക്യൂരിറ്റീസ് പുറത്തിറക്കിയ റിപ്പോർട്ട് പ്രകാരം 100ലധികം മ്യൂച്വൽ ഫണ്ട് സ്കീമുകൾ നിക്ഷേപിച്ചിട്ടുള്ള 14 ഓഹരികളാണ് ഉള്ളത്. ഇതിൽ നിന്നും കഴിഞ്ഞ ഒരു വർഷ കാലയളവിൽ നിക്ഷേപകർക്ക് 100%-ലധികം നേട്ടം സമ്മാനിച്ച 5 ഓഹരികളെയാണ് ചുവടെ വിശദമാക്കുന്നത്. പ്രസ്റ്റീജ് എസ്റ്റേറ്റ്സ് പ്രോജക്ട്സ്. റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ പ്രവർത്തിക്കുന്ന പ്രമുഖ കമ്പനികളിലൊന്നാണ് പ്രസ്റ്റീജ് എസ്റ്റേറ്റ്സ് പ്രോജക്ട്സ് ലിമിറ്റഡ്. നിലവിൽ 101 മ്യൂച്വൽ ഫണ്ട് സ്കീമുകളാണ് ഈ ഓഹരിയിൽ നിക്ഷേപം ഇറക്കിയിട്ടുള്ളത്. കഴിഞ്ഞ ഒരു വർഷ കാലയളവിനിടെ പ്രസ്റ്റീജ് എസ്റ്റേറ്റ് പ്രോജക്ട്സ് ഓഹരികൾ 223% നേട്ടമാണ് കൈവരിച്ചത്. നിലവിൽ 1870 രൂപ നിലവാരത്തിലാണ് ഓഹരി വ്യാപാരം ചെയ്യപ്പെടുന്നത്. ഡിവിഡൻഡ് ഈൽഡ് കുറവാണെങ്കിലും മുടക്കമില്ലാതെ ലാഭവിഹിതം വിതരണം ചെയ്യുന്ന ഓഹരിയാണിത്. കഴിഞ്ഞ സാമ്പത്തിക വർഷം കമ്പനി നേടിയ വരുമാനം 7877 കോടിയും അറ്റാദായം 1617 കോടി രൂപയുമാകുന്നു. ഡിക്സൺ ടെക്നോളജീസ്. രാജ്യത്തെ പ്രമുഖ ഇലക്ട്രോണിക് മാനുഫാക്ചറിംഗ് സർവീസസ് കമ്പനിയാണ് ഡിക്സൺ ടെക്നോളജീസ് ഇന്ത്യ ലിമിറ്റഡ്. ഏറ്റവും ഒടുവിലെ റിപ്പോർട്ട് പ്രകാരം 178 മ്യൂച്വൽ ഫണ്ട് സ്കീമുകളാണ് ഈ ഓഹരിയിൽ നിക്ഷേപിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ഒരു വർഷത്തിനിടെ ഡിക്സൺ ടെക്നോളജീസ് ഓഹരിയിൽ 157% മുന്നേറ്റമാണ് രേഖപ്പെടുത്തിയത്. ഇപ്പോൾ 11,400 രൂപ നിലവാരത്തിലാണ് ഈ ഓഹരി വ്യാപാരം ചെയ്യപ്പെടുന്നത്. ഡിവിഡൻഡ് താഴ്ന്ന തോതിലാണെങ്കിലും നിക്ഷേപകർക്ക് മുടങ്ങാതെ ലാഭവിഹിതം കൈമാറുന്ന ഓഹരിയാണിത്. 2023-24 സാമ്പത്തിക വർഷം ഡിക്സൺ ടെക്നോളജീസ് നേടിയ വരുമാനം 17,690 കോടിയും അറ്റാദായം 364 കോടി രൂപയും വീതമാകുന്നു. MCX. ഇന്ത്യയിലെ പ്രമുഖ കമ്മോഡിറ്റി ഡെറിവേറ്റീവ് എക്സ്ചേഞ്ചാണ് MCX അഥവാ മൾട്ടി കമ്മോഡിറ്റി എക്സ്ചേഞ്ച് ഓഫ് ഇന്ത്യ ലിമിറ്റഡ്. നിലവിൽ 122 മ്യൂച്വൽ ഫണ്ട് സ്കീമുകളാണ് ഈ ഓഹരിയിൽ നിക്ഷേപം ഇറക്കിയിട്ടുള്ളത്. കഴിഞ്ഞ ഒരു വർഷത്തിനിടെ MCX ഓഹരികൾ 146% നേട്ടമാണ് കരസ്ഥമാക്കിയത്. നിലവിൽ 3880 രൂപ നിലവാരത്തിലാണ് ഓഹരി വ്യാപാരം ചെയ്യപ്പെടുന്നത്. ഡിവിഡൻഡ് ഈൽഡ് കുറവാണെങ്കിലും മുടക്കമില്ലാതെ ലാഭവിഹിതം നൽകുന്നുണ്ട്. കഴിഞ്ഞ സാമ്പത്തിക വർഷം MCX നേടിയ വരുമാനം 683 കോടിയും അറ്റാദായം 84 കോടി രൂപയും വീതമാകുന്നു. ഫിനിക്സ് മിൽസ്. ഇന്ത്യയിലെ പ്രമുഖ റീറ്റെയിൽ ഷോപ്പിംഗ് മാൾ ഡെവലപ്പറാണ് ഫിനിക്സ് മിൽസ് ലിമിറ്റഡ്. ഏറ്റവും ഒടുവിലെ റിപ്പോർട്ട് പ്രകാരം 125 മ്യൂച്വൽ ഫണ്ടുകളാണ് ഈ ഓഹരിയിൽ നിക്ഷേപിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ഒരു വർഷത്തിനിടെ ഫിനിക്സ് മിൽസ് ഓഹരിയുടെ വിപണി വിലയിൽ 127% വർധനയാണ് രേഖപ്പെടുത്തുന്നത്. ഇപ്പോൾ 3700 രൂപ നിലവാരത്തിലാണ് ഈ ഓഹരി വ്യാപാരം ചെയ്യപ്പെടുന്നത്. ഡിവിഡൻഡ് ഈൽഡ് താഴ്ന്ന തോതിലാണെങ്കിലും നിക്ഷേപകർക്ക് മുടങ്ങാതെ ലാഭവിഹിതം നൽകുന്ന ഓഹരിയുമാണിത്. 2023-24 സാമ്പത്തിക വർഷം ഫിനിക്സ് മിൽസ് നേടിയ വരുമാനം 3977 കോടിയും അറ്റാദായം 1326 കോടി രൂപയുമാകുന്നു. KEI ഇൻഡസ്ട്രീസ്. വൈദ്യുതി പ്രസരണത്തിനാവശ്യമായ വയറുകളും കേബിളുകളും നിർമ്മിക്കുന്ന മുൻനിര കമ്പനിയാണ് KEI ഇൻഡസ്ട്രീസ് ലിമിറ്റഡ്. നിലവിൽ 120 മ്യൂച്വൽ ഫണ്ടുകളാണ് ഈ ഓഹരിയിൽ നിക്ഷേപം ഇറക്കിയിട്ടുള്ളത്. കഴിഞ്ഞ ഒരു വർഷ കാലയളവിനിടെ KEI ഇൻഡസ്ട്രീസ് ഓഹരികൾ 118% നേട്ടമാണ് സ്വന്തമാക്കിയത്. നിലവിൽ 4400 രൂപ നിലവാരത്തിലാണ് ഈ ഓഹരി വ്യാപാരം ചെയ്യപ്പെടുന്നത്. ഡിവിഡൻഡ് ഈൽഡ് തീരെ കുറവാണെങ്കിലും മുടക്കമില്ലാതെ ലാഭം നൽകുന്നതായി കാണാം. കഴിഞ്ഞ സാമ്പത്തിക വർഷം KEI ഇൻഡസ്ട്രീസ് നേടിയ വരുമാനം 8104 കോടി രൂപയും അറ്റാദായം 589 കോടിയുമാകുന്നു. ഡിസ്ക്ലെയിമർ. മേൽ സൂചിപ്പിച്ച വിവരം പഠനാവശ്യാർത്ഥം നൽകിയതാണ്. ഇത് നിക്ഷേപത്തിനായുള്ള നിർദ്ദേശമല്ല. ഓഹരി വിപണിയിലെ നിക്ഷേപം ലാഭനഷ്ട സാധ്യതകൾക്ക് വിധേയമാണ്. ഓഹരിയിൽ നിക്ഷേപിക്കുന്നതിന് മുമ്പ് സെബി അംഗീകൃത മാർക്കറ്റ് അനലിസ്റ്റുകളുടെ സേവനം നിങ്ങൾക്ക് തേടാവുന്നതാണ്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ET മലയാളം ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വിഷയമായി വീണ്ടും കാണാം.